നമ്മളിൽ പലരും മനസ്സിലാക്കേണ്ടത് ശങ്കരാചാര്യരുടെ ഈ ചിത്രം ഉണ്ടല്ലോ, അത് ശങ്കരാചാര്യരുടെ ശരിക്കുള്ള ചിത്രമല്ല, അത് രവിവർമ്മ വരച്ചതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ശങ്കരാചാര്യരുടെ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം രൂപസാദൃശ്യം ഉണ്ടാവുന്നത് ചെഗുവേരയോടായിരിക്കാം. കാരണം അദ്ദേഹം ഒരു ദേശികനാണ്. ദിവസവും രാവിലെ ഷെയ്വ് ചെയ്യാനുള്ള സമയം കിട്ടുന്ന ഒരാളല്ല ശങ്കരാചാര്യർ. പല വീടുകളിൽ നിന്ന് ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിച്ച് വളരെ പരിമിതമായ കാലത്ത് ഈ ഇന്ത്യ മുഴുവൻ കറങ്ങിയ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ കുട്ടപ്പൻ വേഷത്തിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ആ കൃതി ആ ശങ്കരകൃതികൾ പഠിച്ചതിൻ്റെ ബോധ്യത്തിൽ എന്ന് പറയുകയാണ്. കാരണം മൂപ്പർക്ക് ഇതല്ല പണി. രാവിലെ നടക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ. പക്ഷെ രവിവർമ്മ വരച്ച കൂട്ടത്തിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു അമുൽ ബേബിയെ വരച്ചു വെച്ചു. അതാണ്. പിന്നെ കുറച്ച് വലിയ പ്രാധാന്യമില്ലാത്ത 4 ശിഷ്യന്മാരെയും വരച്ചു വെച്ചു. ശിഷ്യന്മാർക്ക് പ്രാധാന്യം ഉണ്ടെങ്കിലും അവരുടെ ചിത്രത്തിന് അത്ര പ്രാധാന്യമില്ല. പണ്ട് ഇതേപോലെ ഒരു വേദിയിൽ മുല്ലക്കര രത്നാകരനോട് അദ്ദേഹം രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ലെനിൻ്റെയും ഒക്കെ ഫോട്ടോ വയ്ക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് രാമൻ്റെയും കൃഷ്ണൻ്റെയും ഫോട്ടോ വെച്ചുകൂടാ? അപ്പം എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്താണ് മുല്ലക്കര പറയാൻ പോണത്. മൂപ്പരുടെ സ്വതസിദ്ധമായ പരിഹാസത്തിൻ്റേതല്ലാത്ത ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ആ അഭിപ്രായത്തോട് ന്യായമായും യോജിക്കുന്നു. പക്ഷെ ഫോട്ടോ എവിടെ കിട്ടും? അതാണ് പ്രശ്നം. ഇത് പലതും ശിവകാശിയിൽ നിന്ന് അടിച്ചു വന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഈ ശങ്കരാചാര്യരുടെ ചിത്രമൊക്കെ നമ്മളിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാക്കും. അപ്പം അത് ശങ്കരാചാര്യരല്ല, അത് മറന്നേക്കണം. ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇവിടെ. അയാൾ ഇടപെട്ടിരുന്നു ഈ വിഷയത്തിൽ. എന്തായിരുന്നു വിഷയം? അതായത് ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ ജാതീയമായിട്ട് ഏറ്റവും ഉയർന്ന ആളാണ് അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത്. അങ്ങനെ ഉയർച്ചയൊന്നുമില്ല. എന്നാൽ അങ്ങനെ ശങ്കരാചാര്യരുടെ ജാതി, ആ കുലത്തിലുള്ള ഒരാളും ഏറ്റവും നീചകുലത്തിലുള്ള ആളും തമ്മിൽ നേർക്കുനേരൊരു ഡയലോഗ് എന്ന് പറയുന്നത് തന്നെ അസംഭാവ്യം. പക്ഷെ അങ്ങനെ ഒരു ഡയലോഗ് സൃഷ്ടിക്കുന്നു. മറ്റത് എത്രയോ അടി മാറി ഓടിക്കൊള്ളണം, പക്ഷെ ഒരു ഡയലോഗ് സൃഷ്ടിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് കിം ബ്രൂഹി ഗച്ഛ ഗച്ഛ ഇതി, എന്തിനാണ് അങ്ങ് എന്നോട് മാറാൻ പറഞ്ഞത്? അന്നമയാത് അന്നമയം, അങ്ങ് കഴിക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങ് നിലനിൽക്കുന്നത്. ഞാനും അതെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയവും ചണ്ടാലൻ അവിടെ പറയുന്നുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയമാണല്ലോ അത്. അതിഗംഭീരമായ രാഷ്ട്രീയ കൃതിയും കൂടിയാണത്. അപ്പോൾ അങ്ങ് വെണ്ടയ്ക്കയും പുളിശ്ശേരിയും ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംഗതിയാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും അന്നം കഴിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ നോക്കിയാൽ അത് ജഡമാണ്, സ്വയമേവ. അങ്ങ് എങ്ങനെയാണ് എന്നെ കാണുന്നത്? ഇതാണ് ചോദ്യം. ഒരു മാംസപിണ്ഡമായാണോ? മാംസപിണ്ഡമായിട്ടാണെങ്കിൽ ഞാനും അങ്ങും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വ്യത്യാസം ഉണ്ടാവും, അത് വേറെ കാര്യം. ഇനി അതല്ല, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണമായിട്ടുള്ള ചൈതന്യമാണ് എന്നാണ് അങ്ങ് എന്നെ മനസ്സിലാക്കുന്നത്, അങ്ങ് അതാണെന്ന് കരുതുന്നുവെങ്കിൽ ചൈതന്യമേവ ചൈതന്യാത്, അത് തന്നെയാണല്ലോ എല്ലാമായിരിക്കുന്നത്. അപ്പൊ പിന്നെ കിം ബ്രൂഹി, ഏത് വകുപ്പിലാണ് എന്നോട് അങ്ങ് മാറാൻ പറഞ്ഞത്? ഇതാണല്ലോ നമ്മളും ചോദിക്കുന്നത്. ഇവിടെ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇതല്ലേ. ഓരോ മനുഷ്യൻ നേടിയെടുക്കുന്ന അവകാശങ്ങൾക്ക് പിറകിൽ ഈ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾ ഇതിന് അവകാശികളല്ല? ശങ്കരാചാര്യർ അദ്ദേഹത്തെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. മാത്രമല്ല, അദ്ദേഹം 2 അതിഗംഭീരമായ ദൃഷ്ടാന്തങ്ങളും കൂടെ മുന്നിലേക്ക് വെച്ചു. കിം ഗംഗാംബുനി ബിംബിതേംബരമണൗ ചാണ്ടാല വീതി പയ. ഗംഗയിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ. ഗംഗയിൽ പ്രതിബിംബിക്കുന്ന എന്ന് പറയുമ്പോൾ ഗംഗാജലമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അക്കാലത്ത് ഏറ്റവും പവിത്രമായ ജലമെന്ന് സങ്കല്പിച്ചു പോരുന്നത്. ഇന്നും ഏറ്റവും പവിത്രമായ ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ, സൂര്യപ്രതിബിംബം. കിം ഗംഗാംബുതി ബിംബിതേംബരമണൗ. അതേ സൂര്യൻ ചണ്ടാല വീതി പയ,
ചണ്ടാളന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിലും പ്രതിബിംബിക്കുന്നു. ചണ്ടാളൻ കുടിക്കുന്ന വെള്ളം തന്നെ ആർക്കും വേണ്ടാത്ത വെള്ളമാണ്. അപ്പൊ അവന്റെ വേസ്റ്റ് വെള്ളം എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ താഴേക്ക് വേറൊരു വെള്ളം ഈ ദുനിയാവിലില്ല. അപ്പൊ അതിലും സൂര്യൻ പ്രതിബിംബിക്കുന്നുണ്ട്. പിന്നെ കാഞ്ചനഗടി മൃത്കുംഭയോർ വാമ്പരെ, സ്വർണത്തിന്റെ കുടത്തിനകത്തുള്ള ആകാശം, സ്പേസ്. മൃത്കുംഭയോഹോ, മണ്ണിന്റെ കുടത്തിനകത്തുള്ള സ്പേസ്. ഇതിനെന്താണ്? എന്തെങ്കിലും പ്രകാരത്തിൽ ഒന്ന് ശ്രേഷ്ഠം, ഒന്ന് ഉത്കൃഷ്ടം, ഒന്ന് നികൃഷ്ടം എന്ന് എണ്ണാൻ പറ്റുമോ? ഗംഗയിൽ പ്രതിബിംബിച്ചുകൊണ്ട് സൂര്യൻ ഉത്കൃഷ്ടം എന്ന് പറയാൻ പറ്റുമോ? ഏത് വകുപ്പിലാണ് അങ്ങ് എന്നോട് മാറാൻ പറഞ്ഞത്? ഗംഭീര ചോദ്യം. അപ്പൊ ശങ്കരൻ, ചാണ്ടാലോസ്തു ദ്വിജോസ്തു വാ ഗുരുരിത്യേഷ മനീഷ മമ എന്ന് പറഞ്ഞ്, അങ്ങ് ആരോ ആകട്ടെ, ചണ്ടാലനാകട്ടെ ആരോ ആകട്ടെ, അങ്ങന്റെ ഗുരുവാണ് എന്ന് പറഞ്ഞ് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ഇതെന്തിനാ ശങ്കരാചാര്യർ ഈ കൃതിക്ക്? പിന്നീട് ആ കൃതി ഗംഭീരാണ്. ആ കൃതിയിലേക്കൊന്നും വരുന്നില്ലേ ഇപ്പൊ തൽക്കാലം. അതിന്റെ ഒരു ഇൻട്രോ നമ്മുടെ 24 ഇൻട്രോ വരുമല്ലോ. ഇത് ശങ്കരന്റെ ഇൻട്രോ ആണ്, അതിഗംഭീര ഇൻട്രോ. എന്നിട്ട് ചോദിക്കുകയാണ്, സാറേ ഏത് വകുപ്പിലാണ് സാറേ ഇത് ഇങ്ങനെ മാറണം എന്ന് പറഞ്ഞത്, മാറാൻ പറഞ്ഞത്? അക്കാലത്ത് സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു. ആ ചർച്ചയുടെയൊക്കെ ഫലമായിട്ടാണ് ശങ്കരാചാര്യരെ ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഇയാൾ ഈ സമുദായത്തിനെ കൊള്ളാത്തവനാക്കി, ആചാരഭ്രഷ്ടനാക്കി. അതാണ് ശങ്കരാചാര്യരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു അവസ്ഥ. അദ്ദേഹം അമ്മയെ കാണാൻ വരുന്നു. അമ്മ മരിക്കാൻ നേരത്ത് അമ്മയെ കാണുന്നു. അമ്മയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വരുമെന്ന്. ആ വാക്ക് പാലിച്ചു. അമ്മയുടെ, ഇത് ചരിത്രമാണ്, ചരിത്രം എന്ന് പറഞ്ഞാൽ അതാരും മാറ്റിയിട്ടില്ല. അമ്മയുടെ ചിത, ആരുടെ അമ്മ? ശങ്കരാചാര്യർ. ആരാണ് അദ്ദേഹം? അദ്വൈത മതസ്ഥാപകൻ എന്നൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മരണാനന്തര കർമ്മം എങ്ങനെ ആയിരിക്കണം പണ്ട് നടന്നിട്ടുണ്ടാവുക? നമ്മൾ ആലോചിക്കേണ്ട. എല്ലാവരും അതിനെ ഉപരോധിച്ചു. മകൻ സ്വന്തം നിലയിൽ, ഒരു മകൻ ഒറ്റയ്ക്ക് നദിയിൽ നിന്നൊക്കെ ഒഴുകുന്ന വിറക് കഷ്ണങ്ങളെ ശേഖരിച്ച്, വാഴപ്പോളകളും ശേഖരിച്ച്, സ്വന്തം നിലയ്ക്ക് ഒരു മകൻ അമ്മയുടെ ചിതയൊരുക്കുന്നു. കാരണം എന്താണ്? എല്ലാവരും ബഹിഷ്കരിച്ചു. ഒരാൾ പോലും അടുത്തേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞു അതിന് സഹായിക്കാൻ. എന്നിട്ട് അദ്ദേഹം അതും ചിതയൊരുക്കി കഴിഞ്ഞിട്ട് മൂപ്പരൊറ്റ പോക്ക് പോയതാണ്. ഇന്ന് ശങ്കരാചാര്യർ എവിടെയാണ്? നമ്മൾ ഏത് പാളയത്തിലാണ് നിർത്തിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ കൃതിയിൽ വളരെ ശക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജാതി നീതി കുല ഗോത്രദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. നിന്റെ മനസ്സിൽ ഭാവന ചെയ്യേണ്ടത് ജാതിയോ നീതിയോ കുലമോ ഗോത്രമോ ഇതൊന്നുമല്ല. ഇതൊന്നും ആവരുത്. അതൊക്കെ വർജ്യം, ഉപേക്ഷിക്കേണ്ടതാണ്. ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞ മനുഷ്യനാണ്. പിന്നീട് ഇവന്മാരെന്ത് ചെയ്തു എന്നറിയോ? അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഈ ജാതിക്കോമരങ്ങൾ, ഈ ചണ്ടാളൻ ശിവൻ വേഷം മാറി വന്നതാണ്, ശങ്കരനെ പരീക്ഷിച്ചതാണ് എന്നാക്കി കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്നത് കണ്ടോ? അതോടുകൂടി ചണ്ടാളന്റെ പഴയ അവസ്ഥയായി. കണ്ണൂരിൽ പൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ഈ സാധന മനീഷ പഞ്ചകമാണ്. നിങ്ങളെ കുത്തിയാലും നമ്മുടെ ചോരേൻ്റെ നിറമൊന്നല്ലേ എന്നൊക്കെ പറയുന്ന സാധനമുണ്ടല്ലോ, അതെ. അപ്പൊ ഇപ്പൊ മൂപ്പര് എവിടെയാണ്? ഇപ്പൊ ശങ്കരാചാര്യ സംഘപരിവാറിന്റെ പാളയത്തിലാണ്. വാസ്തവത്തിൽ ശങ്കരാചാര്യരും സംഘപരിവാറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശത്രുവാണെന്ന് വേണമെങ്കിൽ പറയാം. വിവേകാനന്ദ സ്വാമികൾ, സ്വാമിജിയുടെയും മഹാസമാധിയുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നല്ലോ. വേലൂരിൽ, കൽക്കട്ട വേലൂരിൽ ആശ്രമത്തിൽ സ്വാമിജിയുടെ മഹാസമാധിയായപ്പോൾ ആ വേൾഡ് പാർലമെന്റൊക്കെ അഡ്രസ്സ് ചെയ്ത ആളാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മം ചെയ്യാൻ വേണ്ടി അന്നത്തെ ഒരു ജഡ്ജിന് ഒരു ദുഃഖാചരണത്തിൽ ആളുകളോട് സാന്ത്വനിപ്പിക്കുന്ന 2 വാക്ക് പറയാൻ ക്ഷണിച്ച സമയത്ത് പറഞ്ഞത് തൂക്കിക്കൊല്ലേണ്ടുന്ന ആളാണെന്നാണ് പറഞ്ഞത് വിവേകാനന്ദ സ്വാമികളെ.
വിവേകാനന്ദ സ്വാമികൾ മരണശേഷമാണ്, ഇപ്പോഴാണ് വിവേകാനന്ദ സ്വാമികളെ ഈ ആളുകൾക്ക്, പക്ഷേ സ്വാമിജിയുടെ രൂപം മാത്രം മതി, ചിത്രവും മതി.